എന്ന് നോക്കിയിട്ടെങ്കിൽ ആരും ഫ്ലാറ്റ് മുറിച്ച് കിടക്കാതെ ആരും ഇവിടെ കുറേ പേര് മുറിച്ച് കിടക്കാറുണ്ട്. അതാ നമ്മുടെ WD-40 കിടക്കുന്നു. WD-40 കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ വൈകിട്ട് പുറപ്പെടുന്ന തൃശ്ശൂർ ഷൊർണൂർ ബസ്. വരെ ഇനിയും കഴിക്കുന്നു. ഇവിടെയായിരുന്നു നമ്മൾ വാങ്ങിയിരുന്നത് പാക്കിംഗ് സ്റ്റോർ. ട്രെയിനിൽ ഇരുട്ട് നമ്മൾ തൃശ്ശൂരിന് പുറപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ കാണാം അവിടുത്തെ തിരക്ക്.
നമ്മളിപ്പോൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇത്തിരി ലേറ്റാണ്. തൃശ്ശൂർ കുറച്ച് നേരം, പൂങ്കുന്നത്ത് കുറച്ച് നേരം പിടിച്ചിട്ടു. പൂങ്കുന്നത്ത് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ പുതുക്കാടെത്തി. അങ്ങനെ ആയിട്ടില്ലേ? നമ്മള് പെണ്ണുങ്ങളല്ലേ വീട്ടിൽ, പെണ്ണുങ്ങൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു നമ്മളൊന്നായിട്ട് വർത്താനം പറഞ്ഞോണ്ട് നമ്മുടെ വീട്ടിൽ പറയുന്നുണ്ടെന്താ? എല്ലാരും ഒരുപോലെ ആയിരുന്നു വരില്ലല്ലോ, മനുഷ്യന്മാരെല്ലാരും ഒരുപോലെ ആയിരുന്നു വരില്ല. ലോകം അങ്ങനെയല്ലേ? എല്ലാവർക്കും തീരുമാനം ഇത് കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്കമാലിയിൽ ഇതുപോലെ ഒരു മരം കണ്ടിട്ടുണ്ടല്ലേ? ജോലി എന്ത് കട? അതാണല്ലേ? കുഴപ്പമില്ല, ബിസിനസിന്റെ നല്ല ബിസിനസ്സാണ്, കുഴപ്പമില്ല, നല്ല ബിസിനസ്സാണ്, കുഴപ്പമില്ല. എന്താ ചെയ്യാം? വേറെ വിശേഷമില്ല, ഞാൻ വിളിക്കട്ടെ. കേരള സമ്പർക്ക ഈ സ്ഥലത്ത് നമ്മുടെ വണ്ടീനെ 5000 ഓഫറേക്ക് എടുക്കുന്നുണ്ട്. KSK നോളജ് കേരള സമ്പർക്ക ക്രാന്തി സൂപ്പർഫാസ്റ്റ് തിരുവനന്തപുരം നോർത്ത് ചണ്ഡീഗഡ് കേരള സമ്പർക്ക ക്രാന്തി സൂപ്പർഫാസ്റ്റ് ക്രോസിംഗ് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ എത്ര
മറ്റേ ഗരീബ്രതായിരിക്കും കേട്ടോ എനിക്ക് നമ്മൾ ഓവർടേക്ക് അടിക്കുന്നത്. ALTT തിരുവനന്തപുരം നോർത്ത് ഗരീബ്രത് എക്സ്പ്രസ് സംബന്ധിച്ചുണ്ടെങ്കിൽ നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് അടിക്കും ഉറപ്പാണ്. സംഭവമാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ ട്രെയിൻ കയറിയത് തൃശ്ശൂർക്ക് ട്രെയിൻ കയറിയത് അവിടെ നിന്ന്
വേഗം ഇവിടെ എത്തി ഗൈസ്. ഈ വേഗണ്ട ഒരു വിധി നോക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ പറ്റും. കുറച്ച് ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് ഇരിഞ്ഞാലക്കുട വെച്ച് കണ്ടത്. ഇന്നത്തെ ആലുവയിൽ വെച്ച് കാണും. എന്തൊരു തലവിധി. നമ്മൾ ലാസ്റ്റ് പാർട്ടിക്ക് എത്തുകയാണ്. നമ്മൾ ഇന്ന് എറണാകുളം നോർത്ത് സ്കിപ്പ് ചെയ്തു, ടൗൺ സ്കിപ്പ് ചെയ്തു. വേറൊന്നുമില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ എറണാകുളം നോർത്ത് സ്കിപ്പ് ചെയ്ത് സൗത്ത് ടൗൺ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ എറണാകുളം ജംഗ്ഷൻ്റെ വിഷ്വൽസാണ്. ഇവിടെ കണ്ടോ ചെറിയ തോട് കണ്ടോ? നല്ല ഭംഗിയാണ് അല്ലേ? അടിപൊളിയാണ്, പൊളിയാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് പല ഭാഗങ്ങളിൽ. അതിൻ്റെ ഒരു ഇതാണ്. ഇത് നമ്മുടെ ലിനൻ റൂമാണ്. അവിടെ ലിനൻ വാഷ് ചെയ്യുന്ന സ്ഥലമാണത്. നമ്മുടെ AC കമ്പാർട്ട്മെൻറ്റൊക്കെ ലിനനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാറില്ലേ, അതൊക്കെ വൃത്തിയാക്കുന്ന സ്ഥലമാണത്. ഇത് നമ്മുടെ എറണാകുളത്തെ ഇലക്ട്രിക്കൽ ലോക്കോ ട്രിപ്പ് ഷെഡാണ്. അപ്പം ഭാവിയിൽ അവിടെ ഒരു P7 കിടക്കുന്നുണ്ടോ? P7 അവിടെ ഒരു P7 കിടക്കുന്നുണ്ടോ? നമ്മുടെ P7 ഒളിച്ചിരിക്കുക. കാണൂല എന്ന് വിചാരിച്ചവൻ്റെ ഒളിച്ചിരിക്കുന്നുണ്ട്. അവനവിടെ ഒളിപ്പിച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡീസൽ ലോക്കോ ഷെഡ് ERSൻ്റെ. അവിടെ ഒരു ആശാൻ അടുത്ത ഡ്യൂട്ടിക്ക് വേണ്ടി തയ്യാറാവുകയാണ്. നമ്മുടെ വിജയവാഡയുടെ P7. ഇത് മിക്കവാറും നമ്മുടെ പാസഞ്ചറിൻ്റെ ആയിരിക്കും കേട്ടോ. വൈകിട്ടത്തെ പാസഞ്ചറിൻ്റെ ലോക്കോ ആയിരിക്കും. അത് അവൻ മിക്കവാറും നമ്മുടെ വൈകുന്നേരത്തെ പാസഞ്ചറിൻ്റെ ലോക്കോ ആണെന്നാണ്. എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ഇവിടെയായിരുന്നു പണ്ട് നമ്മുടെ ഡീസലിൽ ലോക്കോസിനൊക്കെ ഡീസൽ ഫ്യൂൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്താണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഏറനാട് വരും, അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇതൊരു ഡെയിലി റൂട്ടീനാണ്. കുറേ ആളുകൾ വന്നിട്ട് ചോദിക്കും ഇത് ഏറനാടാണ്. അതായത് 2 വണ്ടിയും ഒരേ സമയത്താണ് എടുത്തത്. നമ്മുടെ വണ്ടി ആദ്യം അതിൻ്റെ പിന്നിൽ ഏറനാട്. എന്താ തിരക്ക് നോക്കുക, തിരക്കിൻ്റെ കയ്യരകളിയാണ് അവിടെ. നമ്മുടെ സാർമാരുടെ പെട്ടിയാണത്. പിന്നെ ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകണം. ഭയങ്കര പാടത്, അവർക്കും ബുദ്ധിമുട്ടാണ്. ഇത് ഭാരമായിരിക്കും എന്നറിയാമോ ആ സാധനം. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് മെമൂലൊക്കെ കൊണ്ടുപോകുന്നു. മെമൂലൊക്കെ ചാർജ് എടുക്കുന്നതിലൊക്കെ പല സാർമാർക്ക് കൊണ്ടുകൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. 2ൽ കയറ്റി നമ്മുടെ വണ്ടി. അപ്പം ഇന്ന് നമ്മുടെ പാസഞ്ചർ 2ൽ വരും. നമ്മുടെ വണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട് രാത്രി.